So, my dear students, today we can learn about microscopy. So, microscopy എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒബ്ജക്ട്സിനെ സ്റ്റഡി ചെയ്യുന്ന ഒരു ഫീൽഡിനെയാണ് മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ ലെൻസസും അതിൻ്റെ പ്രിൻസിപ്പിൾസും പ്രൊസീജിയേഴ്സും ഒക്കെയാണ്. ഓക്കെ, അപ്പം മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, അതൊരു മാഗ്നിഫൈങ് ഡിവൈസ് ആണ് അല്ലേ. അപ്പോൾ അത് മാഗ്നിഫൈങ് ഡിവൈസ് എന്ന് പറയാൻ കാരണം എന്താണ്? ഒരു ഒബ്ജക്റ്റിൻ്റെ തന്നെ എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. അതുമാത്രമല്ല, ആ ഒബ്ജക്റ്റും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും തമ്മിൽ ഒരു കോൺട്രാസ്റ്റ് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു അല്ലേ. അപ്പോൾ കോൺട്രാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഒരു ഒബ്ജക്റ്റിനകത്തുള്ള ഫൈനർ ഡീറ്റെയിൽസ് വരെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധ്യമാകുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ഇനി ഒരു മൈക്രോസ്കോപ്പിന് വേണ്ട ഏറ്റവും രണ്ട് ക്വാളിറ്റീസ് ആണ് മാഗ്നിഫിക്കേഷൻ എന്നും റിസോൾവിംഗ് പവർ എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ആക്ച്വൽ സൈസും ആ ഒബ്ജക്റ്റിനെ മൈക്രോസ്കോപ്പിലൂടെ വ്യൂ ചെയ്യുമ്പോൾ കിട്ടുന്ന അതിൻ്റെ ഇമേജിൻ്റെ സൈസും തമ്മിലുള്ള റേഷ്യോയിനെയാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റിസോൾവിംഗ് പവർ അഥവാ റിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിമെനകത്തിരിക്കുന്ന രണ്ട് അടുത്തടുത്തിരിക്കുന്ന ഓർഗനൽസിനെ രണ്ടായിട്ട് തന്നെ വേർതിരിച്ച് കാണിച്ചു തരാനുള്ള ഒരു മൈക്രോസ്കോപ്പിന്റെ എബിലിറ്റിയാണ് റിസോൾവിംഗ് പവർ അഥവാ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ലൈറ്റ് മൈക്രോസ്കോപ്പും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റി പഠിക്കാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് സോഴ്സ് ഓഫ് റേഡിയേഷൻ നോക്കാം. ലൈറ്റ് മൈക്രോസ്കോപ്പിൽ സോഴ്സ് ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റ് റേസ് ആണ്. അപ്പോൾ ഇത് ലഭ്യമാകുന്നത് ഒന്നുകിൽ സൺലൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ലാമ്പ് ലൈറ്റിൽ നിന്നോ ആയിരിക്കും. ഇനി മൈക്രോസ്കോപ്പിലെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലെ സോഴ്സ് ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നത് ഇൻവിസിബിൾ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടങ്സ്റ്റൺ ഫിലമെൻ്റ് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ലൈറ്റ് മൈക്രോസ്കോപ്പിലെയും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലെയും സോഴ്സ് ഓഫ് റേഡിയേഷൻസ് ആണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ലൈറ്റ് മൈക്രോസ്കോപ്പിലെ സോഴ്സ് ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റ് റേസും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലെ ഇൻവിസിബിൾ ഇലക്ട്രോൺസും ആണ്. ഇനി നമുക്ക് അടുത്ത ക്രൈറ്റീരിയയിലോട്ട് പോകാം, ദാറ്റ് ഇസ് സ്പെസിമെൻ. ഇപ്പോൾ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ ഏത് തരത്തിലുള്ള സ്പെസിമെൻസ് വേണോ യൂസ് ചെയ്യാം, സച്ച് എസ് ലീവിങ് ആൻഡ് ഡെഡ്, ഹൈഡ്രേറ്റഡ് ആൻഡ് ഡീഹൈഡ്രേറ്റഡ്. ഹൈഡ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്നിങ് വാട്ടർ കണ്ടന്റ് എന്നുള്ള അർത്ഥമാണ് അല്ലേ. അപ്പോൾ ലൈറ്റ് റേസിന് വളരെ ഈസി ആയിട്ട് തന്നെ വാട്ടറിലൂടെ പാസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പിൽ ഹൈഡ്രേറ്റഡ് സ്പെസിമെൻസും ഉപയോഗിക്കാം. അതേസമയം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഡെഡ് ആൻഡ് ഡീഹൈഡ്രേറ്റഡ് സ്പെസിമെൻസ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ റീസൺ എന്തെന്നറിയാമോ? ഇലക്ട്രോൺസിന് വാട്ടറിലൂടെ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം വാട്ടർ മോളിക്യൂൾസ് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിനെ ഹിൻഡർ ചെയ്യും അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഡീഹൈഡ്രേറ്റഡ് സ്പെസിമെൻസ് മാത്രമേ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇനി അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫിക്സേഷൻ ആണ്. നമ്മൾ ഫിക്സേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എപ്പോഴും ഒരു സ്പെസിമെനെ ഡാമേജ് ഒന്നും വരുത്താതെ അതേ രീതിയിൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ചില കെമിക്കൽ റിയേജൻസ് ഉപയോഗിച്ചാണ് ഫിക്സ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഫിക്സേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലൈറ്റ് മൈക്രോസ്കോപ്പിലെ സ്പെസിമെൻസിനെ സാധാരണ ഓർഡിനറി ഫിക്സേറ്റീവ്സ് ഉപയോഗിച്ചാണ് ഫിക്സ് ചെയ്യുന്നത്, സച്ച് എസ് അസറ്റിക് ആസിഡ്, ഫോർമലിൻ, ആൽക്കഹോൾ എക്സെട്ര. അതേസമയം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലെ സ്പെസിമെൻസിനെ ഫിക്സ് ചെയ്യുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഫിക്സേറ്റീവ്സ് ആയ ഓസ്മിയം ടെട്രോക്സൈഡ്, ഗ്ലൂട്ടാർ ആൽഡിഹൈഡ്, പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എന്നിവ ഉപയോഗിച്ചാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇനി അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എംബഡിംഗ് ആണ്. എംബഡിങ്ങിൻ്റെ മീനിങ് എന്താന്ന് പറഞ്ഞാൽ ഫിക്സിംഗ് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ എംബഡിംഗ് എന്തിനാണ് സാധാരണ ചെയ്യുന്നത്? സ്പെസിമെൻസ് വളരെ ഡെലിക്കേറ്റ് ആണെങ്കിൽ നമുക്കതിനെ സെക്ഷൻ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സ്പെസിമെൻസിനെ നമ്മളൊരു സെമി സോളിഡ് മെറ്റീരിയലിനകത്ത് ഫിക്സ് ചെയ്ത് വെക്കും. ഇതിനെയാണ് എംബഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ സാധാരണയായിട്ട് എംബഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പാരഫിൻ വാക്സ് ആണ്. അതേസമയം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് മെറ്റീരിയൽസ് ആയ അരാൽഡൈറ്റ്, വെസ്റ്റോപ്ലാൻ, എപ്പാൻ, മാരാഗ്ലാസ്, ഡ്യൂറോക്രോപ്പൻ എന്നൊക്കെ പറയുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് എംബഡ് ചെയ്യുന്നത്. ഇനി സെക്ഷനിങ് എല്ലാവർക്കും അറിയാലോ. എന്താണ് സെക്ഷനിങ് എന്ന് പറയുന്നത്? സ്പെസിമെൻസിനെ വളരെ തിൻ സെക്ഷൻസ് ആയിട്ട് കട്ട് ചെയ്യുന്നതിനെയാണ് സെക്ഷനിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ സാധാരണയായിട്ട് നമ്മൾ ഒരു ബ്ലേഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു മൈക്രോടോം ഉപയോഗിച്ചോ ആണ് സെക്ഷൻ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 6 മൈക്രോമീറ്റർ തിക്നെസ് ഉള്ള സെക്ഷൻസ് കിട്ടും.
അതേസമയം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള തിക്നെസ്സിലായിരിക്കണം സ്പെസിമെൻസ് കട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അൾട്രാ മൈക്രോടോം ഉപയോഗിച്ചാണ് സ്പെസിമെൻസ് കട്ട് ചെയ്യുന്നത്. അൾട്രാ മൈക്രോടോമിൽ ഡയമണ്ട് നൈഫോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് നൈഫോ അല്ലെങ്കിൽ ഒരു ക്വാർട്സ് നൈഫോ ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന സ്പെസിഫൈഡ് മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് സ്പെസിമെൻസിനെ സ്ലൈസ് ചെയ്യാൻ സാധിക്കുന്നു. ദാറ്റ് ഈസ് 0.05 മൈക്രോമീറ്റർ തിക്നെസ് മാത്രമേ സ്പെസിമെൻസിന് പാടുള്ളൂ. ഇതിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അങ്ങനെ ആയിപ്പോയാൽ കറക്റ്റ് ആയിട്ടുള്ള ഇമേജ് നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഡയമണ്ട് നൈഫൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇത്ര കോസ്റ്റ്ലി ആകാൻ കാരണം. ഇനി അടുത്ത ക്രൈറ്റീരിയ നമുക്ക് പഠിക്കാം. ദാറ്റ് ഈസ് മൗണ്ടിങ്. മൗണ്ടിങ് എന്താണ്? നേരത്തെ പറഞ്ഞ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ സ്പെസിമെനെ ഒരു സർഫസിൽ എടുത്തു വയ്ക്കുന്നതിനെയാണ് മൗണ്ടിങ് എന്ന് പറയുന്നത്, അല്ലേ? ആ സർഫസിൽ എടുത്തു വെച്ച് നമ്മൾ വ്യൂ ചെയ്യാൻ പോകുന്നതിനെയാണ് മൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ സാധാരണ ഒരു ഗ്ലാസ് സ്ലൈഡിൻ്റെ പുറത്ത് ഗ്ലിസറോളോ അല്ലെങ്കിൽ എഗ് ആൽബുമിനോ ഇതൊന്നും ഇല്ലെങ്കിൽ വെറും ഡിസ്റ്റിൽഡ് വാട്ടറോ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് സ്പെസിമെനെ മൗണ്ട് ചെയ്യുന്നത്, അല്ലേ? അതേസമയം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഒരു പെർഫറേറ്റഡ് മെറ്റൽ ഡിസ്കോ അല്ലെങ്കിൽ ഗ്രിഡിലോ ഫോംവർ അല്ലെങ്കിൽ പാരലോഡിയൻ എന്ന് പറയുന്ന കെമിക്കൽ കോട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറത്താണ് മൗണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ പെർഫറേറ്റഡ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അല്ലേ? മെറ്റൽ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇതുപോലെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വയർ മെഷൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? അതുപോലെ ഇതുപോലെ വെർട്ടിക്കലും ഹൊറിസോണ്ടലായിട്ടുള്ള വയർ മെഷ് പോലെ ഇരിക്കുന്നതിനെയാണ് ഗ്രിഡ് എന്ന് പറയുന്നത്. ഓക്കെ, പെർഫറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുഴികൾ അല്ലെങ്കിൽ സ്പേസസ് ഇടയ്ക്ക് കാണും, അതിനെയാണ് പെർഫറേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോമവർ അല്ലെങ്കിൽ പാരലോയിഡിൻ അല്ലെങ്കിൽ ഗ്ലിസറോൾ, എഗ് ആൽബുമിൻ, ഡിസ്റ്റിൽ വാട്ടറിൻ്റെ ഒക്കെ യൂസ് എന്താണ്? ആ സ്പെസിമെനെ ഡ്രൈ ആവാതെ നോക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പേർപ്പസ്. സോഴ്സ് ഓഫ് റേഡിയേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വ്യൂയിങ് ആണ്. വ്യൂയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒബ്ജക്റ്റിൻ്റെ ഇമേജിനെ നമ്മൾ കാണുന്നതിനെയാണ് വ്യൂയിങ് എന്ന് പറയുന്നത്. ലൈറ്റ് മൈക്രോസ്കോപ്പിൽ ഇമേജ് കാണുന്നത് ഓക്കുലാർ ലെൻസ് വഴിയോ അല്ലെങ്കിൽ ഐ പീസ് വഴിയോ ആണ്. അതേസമയം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇമേജ് കാണുന്നത് ഫോസ്ഫോറസൻ സ്ക്രീനിലൂടെയാണ്. ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് ഈസ് സ്റ്റെയിനിങ്. സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിമെൻസിനെ സ്റ്റെയിൻ ചെയ്യുന്നതിനെയാണ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്, അല്ലേ? ഫോർ ദിസ് ഇൻ ലൈറ്റ് മൈക്രോസ്കോപ്പ് വി യൂസ് ഓർഡിനറി ഡൈസ് സച്ച് as ഇയോസിൻ, ഹിമാറ്റോസൈഡിൻ എക്സെട്ര. whereas in electron microscope salts of certain heavy metals such as lead acetate, uranyl acetate etc. are used for staining. Next is wavelength used. In light microscope about 5000 angstrom wavelength of visible light is used, whereas in electron microscope 0.05 angstrom wavelength of electron beam is used. Is it clear? Next is the lens system. It includes condenser lens, objective lens, intermediate lens and eyepiece. Okay. അപ്പോൾ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ ഒരു കണ്ടൻസർ ലെൻസും ഒരു ഒബ്ജക്റ്റീവ് ലെൻസും ഒരു ഐപീസും മാത്രമേ ഉള്ളൂ. ഈ ലെൻസ് എല്ലാം ഓർഡിനറി ലെൻസസും ആണ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസും ഒന്നിൽ കൂടുതൽ കാണുമെങ്കിലും നമ്മൾ അറ്റ് എ ടൈം ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലേ? ലൈറ്റ് മൈക്രോസ്കോപ്പിൽ. അതുകൊണ്ട് ഒരു സിംഗിൾ ലെൻസ് സിസ്റ്റം ആയിരിക്കും ലൈറ്റ് മൈക്രോസ്കോപ്പിൽ കാണുന്നത്. അതും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ലെൻസ് സിസ്റ്റമാണ്. ഇനി ഇൻ്റർമീഡിയറ്റ് ലെൻസ് എന്ന് പറയുന്നത് ഏതാണ്? അത് ഒബ്ജക്റ്റീവ് ലെൻസിനെയാണ് ഇൻ്റർമീഡിയറ്റ് ലെൻസ് എന്ന് പറയുന്നത്. അതായത് കണ്ടൻസർ ലെൻസിൻ്റെയും ഐ പീസിൻ്റെയും മിഡിലിൽ കാണുന്ന ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കാണുന്ന ലെൻസാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. അതുകൊണ്ടാണ് ഒബ്ജക്റ്റീവ് ലെൻസിനെ ഇൻ്റർമീഡിയറ്റ് ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എല്ലാ ലെൻസസും ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസസ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ പൊസസിങ് ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ലെൻസിന് സ്ട്രെങ്ത് കൂടും അല്ലെങ്കിൽ പവർ കൂടും. And also more than one condenser lenses and more than one objective lenses are present in electron microscope. Apart from that, a projector lens also is present which will project or magnify the image. Is it clear? Okay. അപ്പം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഒന്നിൽ കൂടുതൽ കണ്ടൻസർ ലെൻസസും ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ലെൻസസും ഉണ്ടായിരിക്കും. ഇനി അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വാക്വം സെറ്റപ്പാണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാലോ വാക്വം എന്താണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ലൈറ്റ് റേസിന് ഈസി ആയിട്ട് വാട്ടറിലൂടെയും പാസ് ചെയ്യാം, എയറിലൂടെയും പാസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വാക്വത്തിൻ്റെ ആവശ്യം ലൈറ്റ് മൈക്രോസ്കോപ്പിൽ ഇല്ല. അതേസമയം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഒരു വാക്വത്തിൻ്റെ ആവശ്യമുണ്ട്.
കാരണം എന്താണ്? ഇലക്ട്രോൺസിന് ഈസി ആയിട്ട് എയറിൽ മൂവ് ചെയ്യാൻ സാധ്യമല്ല. കാരണം ഗ്യാസ് മോളിക്യൂൾസ് ഓർ എയർ മോളിക്യൂൾസ് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിനെ ഹിൻഡർ ചെയ്യും ഓർ സ്റ്റോപ്പ് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന ആ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനകത്തുള്ള ആ ചേംബർ എപ്പോഴും വാക്വത്തിലായിരിക്കണം. അപ്പോൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന കടത്തിവിടുന്ന ആ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ചേംബർ എപ്പോഴും വാക്വത്തിലായിരിക്കണം. അപ്പോൾ ഇത് വാക്വത്തിലാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അപ്പോഴപ്പോഴായിട്ട് ആ ചേംബറിലുള്ള എയറിനെ ഒരു സക്ഷൻ പമ്പ് വഴി ഇവാക്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഹൗ വാക്വം ഈസ് ക്രിയേറ്റഡ് ഇൻസൈഡ് ആൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇനി ലാസ്റ്റ് വൺ നമുക്ക് നോക്കാം. ലാസ്റ്റ് ക്രൈറ്റീരിയ, ദ വർക്കിംഗ് പ്രൊസീജിയർ, ഇമേജ് ഫോർമേഷൻ ആൻഡ് കോൺട്രാസ്റ്റ് ഓഫ് ഇമേജ് ഇൻ ബോത്ത് ലൈറ്റ് ആസ് വെൽ ആസ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അപ്പം നോക്കൂ, ഞാനിവിടെ വരച്ച് കാണിക്കാം. പണ്ട് കുഞ്ഞ് ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട് ലൈറ്റ് മൈക്രോസ്കോപ്പിൻ്റെ വർക്കിംഗ് അല്ലേ, വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ വിസിബിൾ ലൈറ്റ് റേസിനെ കണ്ടൻസർ ലെൻസ് കണ്ടൻസ് ചെയ്യിക്കുന്നു. ദിസ് ഈസ് എ കണ്ടൻസർ ലെൻസ്. ഈ കണ്ടൻസർ ലെൻസ് കണ്ടൻസ് ചെയ്തിട്ട് ഈ ലൈറ്റ് റേസിനെ സ്പെസിമെനിലേക്ക് കടത്തിവിടുന്നു. അപ്പോൾ സ്പെസിമെനിലേക്ക് ഈ ലൈറ്റ് റേസ് പെനിട്രേറ്റ് ചെയ്തിട്ട് ഈ ലൈറ്റ് റേസ് ഈ സ്പെസിമെൻ്റെ എല്ലാ റീജിയൻസിലൂടെയും പുറത്തേക്ക് വരുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു. കണ്ടോ? ഈ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ഈ ലൈറ്റ് റേസിനെ ഒബ്ജക്റ്റീവ് ലെൻസ് ക്യാപ്ചർ ചെയ്യുന്നു. അപ്പം ഈ ലൈറ്റ് റേസിൽ നിന്ന് ഒബ്ജക്റ്റീവ് ലെൻസ് ഈ സ്പെസിമെൻ്റെ ഇമേജ് എടുത്തിട്ട് ആ ഇമേജിനെ മാഗ്നിഫൈ ചെയ്യുന്നു. എന്നിട്ട് അത് ഐ പീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. മനസ്സിലായോ? അപ്പം ഐ പീസിലൂടെ നമ്മൾ ഈ സ്പെസിമെൻ്റെ ഇമേജ് മാഗ്നിഫൈ ചെയ്ത് കാണും. ഇതാണ് ഒരു ലൈറ്റ് മൈക്രോസ്കോപ്പിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഇനി ഇതിൽ കോൺട്രാസ്റ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇമേജ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് മനസ്സിലായല്ലോ. ഇനി കോൺട്രാസ്റ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് പറയാം. അപ്പം ഈ കണ്ടൻസർ ലെൻസിലൂടെ ലൈറ്റ് റേസ് സ്പെസിമെൻസിലേക്ക് കടന്നിട്ട് ആ സ്പെസിമെൻസിൽ നിന്ന് കടന്ന് പുറത്തു വരുന്ന ലൈറ്റ് റേസ് സ്പെസിമെൻസിൻ്റെ എല്ലാ പോർഷനിലൂടെയും റിഫ്ലക്റ്റ് ചെയ്ത് പുറത്തു വരുമെന്ന് പറഞ്ഞില്ലേ അല്ലേ? അപ്പം ഇങ്ങനെ ഈ ലൈറ്റ് റേസ് സ്പെസിമെൻ്റെ എല്ലാ പാർട്സിലൂടെയും റിഫ്ലക്റ്റ് ചെയ്ത് കാണപ്പെടുന്നത് കൊണ്ടാണ് ഈ സ്പെസിമെന് കോൺട്രാസ്റ്റ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ക്ഗ്രൗണ്ടും ആ സ്പെസിമെനും തമ്മിൽ നല്ല ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷനിലൂടെ നമ്മൾ ആ സ്പെസിമെനെ വേറിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. അതിനെയാണ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വേറിട്ട് സ്പെസിമെനെ നമുക്ക് ഐ പീസിലൂടെ കാണാൻ സാധിക്കണം. അപ്പം അതിനെയാണ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രാസ്റ്റ് വരാൻ കാരണം എന്താണ്? ലൈറ്റ് റേസ് സ്പെസിമെൻ്റെ എല്ലാ പോർഷനിലൂടെയും റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കോൺട്രാസ്റ്റ് ഉണ്ടാകുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മുടെ ലൈറ്റ് മൈക്രോസ്കോപ്പ് പോലെയല്ല, കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതെല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഒരു ടങ്സ്റ്റൺ ഫിലമെൻറ്റിൽ നിന്നാണ്, ദിസ് ഇസ് ദ ടങ്സ്റ്റൺ ഫിലമെൻറ്റ്. ഇത് ഞാൻ ഓരോന്നായിട്ട് പറയാം. ദിസ് ഇസ് ദ ആനോഡ്. ഞാൻ വരച്ചിട്ട് ഞാൻ കാര്യം പറയാം. This is a condenser lens. This is a coil. This is the objective lens. This is the specimen. അപ്പം നോക്കൂ, ഇത് ടങ്സ്റ്റൺ ഫിലമെൻ്റ് ആണ്. ടങ്സ്റ്റൺ ഫിലമെൻ്റ് ചൂടാക്കുമ്പോഴാണ് ഇലക്ട്രോൺസ് ഇതുപോലെ എമിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് എല്ലാ വശത്തു നിന്നും എമിറ്റ് ചെയ്യപ്പെടും അല്ലേ, ഡിഫ്രാക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇങ്ങനെ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിനെ ഒരു ബീമായിട്ട് തന്നെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇലക്ട്രോഡ് വെച്ചിരിക്കുന്നത്. ഈ ഇലക്ട്രോഡാണ് ആനോഡ്. ദിസ് ഇസ് ആനോഡ് ഇലക്ട്രോഡ്. ആനോഡ് ഇലക്ട്രോഡിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ് അല്ലേ. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആനോഡ് ഇലക്ട്രോഡ് ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യും. അട്രാക്റ്റ് ചെയ്തിട്ട് അതിനെ ഒരു ബീമായി തന്നെ ആനോഡ് ഇലക്ട്രോഡിലേക്ക് ഫോക്കസ് ചെയ്യിക്കും. ഇതാണ് ആനോഡ് ഇലക്ട്രോഡ് ചെയ്യുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഡിഫ്രാക്റ്റ് ചെയ്ത് പോകുന്ന ഇലക്ട്രോൺസിനെ എല്ലാം ഇലക്ട്രോൺസിനെ ഒരു ബീമായിട്ട് ആനോഡിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഇതാണ് ആനോഡ് ചെയ്യുന്നത്.
ഇനി ഈ ബീം ഓഫ് ഇലക്ട്രോൺസ് വീണ്ടും കൺവേർജ് ചെയ്ത് എവിടെ എത്തുന്നു? നമ്മുടെ കണ്ടൻസർ ലെൻസിൽ എത്തുന്നു. അപ്പം ആനോഡിന്റെ തൊട്ട് താഴെ വെച്ചിരിക്കുന്ന കണ്ടൻസർ ലെൻസാണ്. അപ്പം കണ്ടൻസർ ലെൻസ് ഈ ബീമിനെ ഒന്നും കൂടെ കൺവേർജ് ചെയ്യുന്നു, കണ്ടോ, ചുരുക്കുന്നു, ഇൻറ്റൻസിഫൈ ചെയ്യുന്നു. അങ്ങനെ ചുരുക്കിയിട്ട് കൺവേർജ് ചെയ്തിട്ട് കണ്ടൻസ് ചെയ്തിട്ട് ഇതിനെ ഇലക്ട്രോ മാഗ്നറ്റിക് കോയിലിലേക്ക് കടത്തിവിടുന്നു. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് കോയിൽ തൊട്ട് താഴെ ഇരിക്കുകയാണ് അല്ലേ, ഇത് കണ്ടൻസർ ലെൻസാണ്. കണ്ടൻസർ ലെൻസിന്റെ തൊട്ട് താഴെ ഇരിക്കുന്ന ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് കോയിൽ. അപ്പോൾ ഈ കോയിൽ എന്ത് ചെയ്യുന്ന അറിയാമോ? കോയിലിന് ഇലക്ട്രോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺസിന്റെ ഇലക്ട്രിക് ഫീൽഡിനെ ഒന്നും കൂടെ ശക്തിപ്പെടുത്തുന്നു, ഇൻറ്റൻസിഫൈ ചെയ്യുന്നു. അപ്പോൾ ഈ കോയിലൂടെ കടന്നു വരുമ്പോൾ നോക്കൂ, ഇലക്ട്രോൺ ബീമിന്റെ തിക്നെസ് കുറയുന്നതായിട്ട് കണ്ടോ. അതായത് ഇലക്ട്രോൺ ബീം ഒരു തിൻ ബീമായിട്ട് അത് ഫോക്കസ് ചെയ്യുകയാണ്, കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, കണ്ടോ. അപ്പോൾ ഈ കോയിൽ ഈ ബീമിനെ കോൺസെൻട്രേറ്റ് ചെയ്തു, എന്നിട്ട് അത് ഈ ഒബ്ജക്റ്റീവ് ലെൻസിൽ പതിക്കും. ഒബ്ജക്റ്റീവ് ലെൻസിൽ നിന്ന് നേരെ ഈ ബീം എവിടെ പതിക്കുന്നു? ഈ സ്പെസിമെനിൽ സ്ട്രൈക്ക് ചെയ്യുന്നു, കണ്ടോ, സ്പെസിമെൻ സർഫസിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ബീം സ്പെസിമെൻ സർഫസിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ ഇലക്ട്രോൺ ബീം, അതായത് ഇലക്ട്രോൺസ് ഈ സ്പെസിമെൻ്റെ സർഫസിലുള്ള ആറ്റത്തിലുള്ള ഇലക്ട്രോൺസിനെ സ്കാറ്റർ ചെയ്യിക്കും. മനസ്സിലായോ? അപ്പോൾ ഇലക്ട്രോൺസ് സ്പെസിമെൻ സർഫസിൽ പതിക്കുമ്പോൾ ആ സ്പെസിമെൻസിലുള്ള ആറ്റത്തിലെ ഇലക്ട്രോൺസിനെ സ്കാറ്റർ ചെയ്യിക്കുന്നു ഇങ്ങനെ. അപ്പോൾ ഈ സ്കാറ്റർ ചെയ്ത് പോകുന്ന ഈ ഇലക്ട്രോൺസിനെ എല്ലാം ഒരു ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ഡിറ്റക്ടർ ഈ ഇലക്ട്രോൺസിനെ ഒരു ഫ്ലൂറസെൻറ്റ് സ്ക്രീനിലേക്ക് ഫോക്കസ് ചെയ്യിക്കുന്നു. ഫ്ലൂറസെൻറ്റ് സ്ക്രീനിൽ സിങ്ക് സൾഫൈഡ് കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് പോകുന്ന ഈ ഓരോ ഇലക്ട്രോൺസും ഈ ഫ്ലൂറസെൻറ്റ് സ്ക്രീനിൽ ചെന്ന് ഇതുപോലെ പതിക്കുന്നു, കണ്ടോ. പിന്നെ പതിക്കുമ്പോൾ അവിടെയായിട്ട് ഒരു സ്പോട്ട് വീഴുന്നു. അതിൽ ചില സ്പോട്ട്സ് നല്ല ഡാർക്ക് സ്പോട്ട്സ് ആയിരിക്കും, തിക്കും ആയിരിക്കും. ചിലത് വളരെ ലൈറ്റ് സ്പോട്ട്സ് ആയിരിക്കും, തിന്നായിരിക്കും. മനസ്സിലായോ? ഇനി ഈ തിക്ക് സ്പോട്ട്സും തിൻ സ്പോട്ട്സും നോക്കിയിട്ട് ആണ് നമ്മൾ ഇതിൻ്റെ ഇമേജ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് ഇമേജ്. ഈ ഫ്ലൂറസെൻറ്റ് സ്ക്രീനിൽ കാണുന്ന ഈ സ്പോട്ടിൻ്റെ കോൺട്രാസ്റ്റ് ആണ് നമ്മൾ ഇമേജ് എന്ന് പറയുന്നത്. മനസ്സിലായി? ഈ ഒബ്ജക്റ്റിൻ്റെ, ഈ സ്പെസിമെൻ്റെ ഇമേജാണ് ഈ സ്പോട്ട്സ് ആയിട്ട് കാണുന്നത്. ഇനി ഇതെന്തുകൊണ്ടാണ് ഈ സ്പോട്ട്സ് ഉണ്ടായതെന്ന് പറയാം. നോക്കൂ, ഇത് സ്പെസിമെനാണ്. അപ്പോൾ സ്പെസിമെൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് യൂണിഫോം ആകാൻ ചാൻസ് ഇല്ല. മനസ്സിലായോ? അപ്പം നമ്മൾ തിൻ സെക്ഷനായിട്ട് കട്ട് ചെയ്യണമെങ്കിലും അതിൻ്റെ സർഫസ് ടെക്സ്ചറും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോൺ യൂണിഫോം ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ വരുന്ന ഇലക്ട്രോൺ ബീം ഇതുപോലെ ഈ സ്പെസിമെനിലേക്ക് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? ഈ സ്ട്രൈക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള സ്പെസിമെനിലുള്ള ആറ്റംസിൻ്റെ ഇലക്ട്രോൺസ് ആണ് സ്കാറ്റർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എവിടെയൊക്കെയാണ് സ്ട്രൈക്ക് ചെയ്യുന്നത് അവിടെയുള്ള ആറ്റംസിലെ ഇലക്ട്രോൺസ് ആണ് ഇതുപോലെ സ്കാറ്റർ ചെയ്ത് പോകുന്നത്. അപ്പോൾ സ്പെസിമെനിലേക്ക് ഇലക്ട്രോൺ ബീം സ്ട്രൈക്ക് ചെയ്യുന്നതനുസരിച്ച് സ്പെസിമെനകത്തുള്ള ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺസ് കാണപ്പെടുന്ന സ്ഥലത്ത് നിന്ന് കൂടുതൽ ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ വരയ്ക്കുകയാണ് ഇങ്ങനെ. ഇതിനാണ് ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. നോക്കൂ, ഇതിൽ ഈ സ്പെസിമെൻ, ഇതൊരു സ്പെസിമെനാണ്. ഈ സ്പെസിമെനാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ. അപ്പോൾ ഈ സ്പെസിമെൻ്റെ ഒരു ഭാഗത്ത് നിന്നാണ് കൂടുതലായിട്ട് ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്തിരിക്കുന്നത് അല്ലേ, കണ്ടോ. ഇവിടെയാണ് ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്തിരിക്കുന്നത് കൂടുതലായിട്ട്. അതേസമയം ഈ ഭാഗത്ത് ഇലക്ട്രോൺ സ്കാറ്ററിങ് കുറവാണ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നറിയാമോ? ഈ ഭാഗത്ത് ആ സ്പെസിമെനകത്ത് ആറ്റംസിൻ്റെ ഡെൻസിറ്റി കുറവാണ് വെൻ കമ്പയർ ടു ദിസ് പോർഷൻ. ഇവിടെയാണ് ആറ്റംസിൻ്റെ ഡെൻസിറ്റി കൂടുതൽ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങളും ഏത് മാറ്റർ ആയാലും ആ മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസ് ഉപയോഗിച്ചാണ് അല്ലേ. അപ്പം നമ്മുടെ ടിഷ്യൂസിനകത്തും സെൽസിനകത്തും ആറ്റംസ് ആണുള്ളത്. അപ്പം നമ്മളത് പഠിച്ചു ബയോഫിസിക്സിലല്ലേ, ആറ്റംസും ബോൺസും എല്ലാം. അപ്പോൾ അങ്ങനെ ഉള്ള ഇപ്പം ഈ ഒരു സ്പെസിമെൻ എന്ന് പറയുന്നത് ടിഷ്യൂ ആണ്, നമ്മുടെ ബോഡിയുടെ ഒരു ടിഷ്യൂ ആണ് ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ടിഷ്യൂയിലേക്ക് ഇതുപോലെ ഇലക്ട്രോൺ ബീംസ് വന്ന് സ്ട്രൈക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ടിഷ്യൂവിനകത്തിരിക്കുന്ന ആറ്റംസിൽ ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ ടിഷ്യൂവിനകത്ത് ഉള്ള ആറ്റത്തിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് ഇലക്ട്രോൺസ്
എമിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ ചില സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് ചില സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്യുന്നതായിട്ട് കാണാം. എന്നാൽ സ്പെസിമെൻസിൻ്റെ ചില സ്ഥലങ്ങളിൽ നിന്ന് ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്യുന്നത് കുറവായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? കുറഞ്ഞ സ്ഥലത്ത് ഇലക്ട്രോൺസ്, ഈ ആറ്റത്തിൻ്റെ ഡെൻസിറ്റി കുറവായിരിക്കും. ഇലക്ട്രോൺസ് കൂടുതലായിട്ട് സ്കാറ്റർ ചെയ്യുന്ന സ്ഥലത്ത് ആറ്റത്തിൻ്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കും. മനസ്സിലായോ? ഇതിനെയാണ് ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറയാം. നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിൻസിപ്പിൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ടങ്സ്റ്റൺ ഫിലമെൻറ്റിൽ നിന്ന് ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ട് ആനോഡ് ഇലക്ട്രോഡ് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഇലക്ട്രോൺസിനെ, എന്നിട്ട് കണ്ടൻസർ ലെൻസ് വഴി കണ്ടൻസ് ചെയ്യുന്നു, എന്നിട്ട് ഒരു കോയിൽ വഴി വീണ്ടും അതിനെ ഇൻറ്റൻസിഫൈ ചെയ്തിട്ട് ഒബ്ജക്റ്റീവ് ലെൻസിലേക്ക് കടത്തിവിടുന്നു. ഒബ്ജക്റ്റീവ് ലെൻസ് അതിനെ നേരെ സ്പെസിമെനിലേക്ക് കടത്തിവിടുന്നു. അപ്പോൾ സ്പെസിമെനിലേക്ക് ഈ ഇലക്ട്രോൺ ബീം വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? സ്പെസിമെനകത്തിരിക്കുന്ന ആറ്റംസിലെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുന്നു, സ്കാറ്റർ ചെയ്യപ്പെടുന്നു. ഈ സ്കാറ്റർ ചെയ്യുന്ന ഇലക്ട്രോൺസ് ആണ് ഫ്ലൂറസെന്റ് സ്ക്രീനിൽ ഇതുപോലെ ഡോട്ട്സ് ആയിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഡോട്ട്സിൽ ചിലത് ഡാർക്ക് ഡോട്ട്സും ചിലത് ലൈറ്റ് ഡോട്ട്സ് ആയിട്ടും കാണപ്പെടുന്നു. അപ്പോൾ ഡാർക്ക് ഡോട്ട്സ് എന്താണ് കാണിക്കുന്നതെന്ന് അറിയാമോ? കൂടുതൽ ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ കൂടുതൽ ഇലക്ട്രോൺ സ്കാറ്റർ ചെയ്യുമ്പോഴാണ് ഡാർക്ക് സ്പോട്ട്സ് വരുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കൂടുതലായിട്ട് ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്യുന്നു സ്പെസിമെൻ്റെ. അപ്പോൾ ആ സ്ഥലത്തുള്ള ഇലക്ട്രോൺസ് വന്ന് പതിക്കുമ്പോഴാണ് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാകുന്നത്. അതേസമയം വളരെ കുറച്ച് ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്യുമ്പോൾ അത് ലൈറ്റ് ഡോട്ട്സ് ആയിട്ട് കാണപ്പെടുന്നു. അപ്പോൾ ഈ ലൈറ്റ് ഡോട്ട്സും ഡാർക്ക് ഡോട്ട്സും എന്താണ് കാണിക്കുന്നതെന്ന് അറിയാമോ? ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ആണ് കാണിക്കുന്നത്. ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിമെനകത്തിരിക്കുന്ന ആറ്റത്തിൻ്റെ ഡെൻസിറ്റിയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ആ ആറ്റത്തിൽ കൂടുതലായിട്ട് ആ സ്പെസിമെനകത്ത് കൂടുതലായിട്ട് ആറ്റം കാണപ്പെടുന്ന റീജിയൻസിൽ നിന്ന് ഇലക്ട്രോൺസ് കൂടുതലായിട്ട് സ്കാറ്റർ ചെയ്യപ്പെടും. മനസ്സിലായോ? വെൻ കമ്പയർഡ് ടു ദ അതർ റീജിയൻസ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് മനസ്സിലായ കുട്ടികളെ? അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. സ്പെസിമെനാണ്. അപ്പോൾ സ്പെസിമെനകത്ത് ആറ്റംസ് ഉണ്ടല്ലേ? അപ്പോൾ നമ്മൾ ഇതുപോലെ ഇലക്ട്രോൺ ബീം കൊണ്ട് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ആറ്റത്തിലിരിക്കുന്ന ഇലക്ട്രോൺസ് ഇതുപോലെ സ്കാറ്റർ ചെയ്യപ്പെടുന്നു. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്ന് കൂടുതലായിട്ട്, ചില പോർഷൻസിൽ നിന്ന് കൂടുതലായിട്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്യപ്പെടും. ചില പോർഷൻസ് എന്ന് പറഞ്ഞാൽ ഏത് പോർഷൻ? സ്പെസിമെൻ്റെ ചില ഭാഗത്ത് നിന്ന് കൂടുതലായിട്ട് ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്യപ്പെടും. അപ്പോൾ ഈ കൂടുതലായിട്ട് സ്കാറ്റർ ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസ് എല്ലാം കൂടെ ഒരുമിച്ച് ചെന്ന് ഈ ഫ്ലൂറസെന്റ് സ്ക്രീനിലേക്ക് പതിക്കുമ്പോൾ അത് ഡാർക്ക് സ്പോട്ട്സ് ആയിട്ട് കാണപ്പെടും. അതേസമയം ചില ഭാഗത്തുനിന്ന് വളരെ കുറച്ച് ഇലക്ട്രോൺസ് മാത്രമേ സ്കാറ്റർ ചെയ്യുള്ളൂ. ആ കുറച്ച് ഇലക്ട്രോൺസ് ആണ് വളരെ ലൈറ്റ് സ്പോട്ട്സ് ആയിട്ട് കാണപ്പെടുന്നത് ഫ്ലൂറസെന്റ് സ്ക്രീനിൽ. കേട്ടോ? അപ്പോൾ ഈ ലൈറ്റും ഡാർക്കും സ്പോട്ടിങ്ങിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കൂടുതലായിട്ട് ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്യുന്ന സ്ഥലത്ത് കൂടുതൽ ആറ്റം ഡെൻസിറ്റി ഉണ്ട് അവിടെ. അതേസമയം വളരെ കുറച്ച് ഇലക്ട്രോൺ സ്കാറ്റർ ചെയ്യുന്ന സ്ഥലത്ത് ആറ്റത്തിൻ്റെ ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഇമേജ് കണ്ടിട്ട് ഈ സ്പെസിമെനകത്ത് ആറ്റത്തിൻ്റെ ഡെൻസിറ്റി എത്രയാണ്, ദെൻ ആ ആറ്റത്തിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്, ആ മോളിക്യൂൾസും ആറ്റത്തിൻ്റെയും സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഒരുപാട് നമ്മൾ യൂസ് ഉള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് നമ്മൾ മോളിക്കുലർ ഡയഗ്നോസ്റ്റിക്സിലൊക്കെ ഡിസീസസ് ഒക്കെ ചില മെഡിക്കൽ ഡിസീസസ് ഒക്കെ ഡയഗ്നോസ് ചെയ്യുന്നത് ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും ലൈറ്റ് മൈക്രോസ്കോപ്പും തമ്മിലുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ ഡിഫറൻസ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ഓക്കെ, ഓക്കെ, വൺ മോർ തിങ് ഒന്നും കൂടെ ഉണ്ട്. വെരി സോറി ഫോർ ദാറ്റ്. ലാസ്റ്റ് വൺ, സോറി, ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് മാഗ്നിഫയിങ് പവർ. അപ്പോൾ ലൈറ്റ് മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫയിങ് പവർ പുവർ ആയിരിക്കും. ലൈറ്റ് ഈസ് ഓൺലി അബൌട്ട് 1500x. വേറസ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫയിങ് പവർ വളരെ കൂടുതലാണ്. ദാറ്റ് ഈസ് 1,00,000x. ദാറ്റ് മീൻസ് 100,000x. അതെ, 1,00,000x ആണ്. അതായത് 1100x ആണ്. അപ്പം വളരെ കൂടുതലായിരിക്കും മാഗ്നിഫയിങ് പവർ ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെൻ കമ്പയർഡ് ടു ലൈറ്റ് മൈക്രോസ്കോപ്പ്. ആൻഡ് റെസൊല്യൂഷനും ഞാൻ നേരത്തെ പറഞ്ഞു എന്താണെന്നുള്ളത് അല്ലേ. അപ്പോൾ റെസൊല്യൂഷൻ വിൽ ബി വെരി ഹൈ ഇൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെൻ കമ്പയർഡ് ടു ദ ലൈറ്റ് മൈക്രോസ്കോപ്പ്.
ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. ഓക്കെ, താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർ യുവർ പേഷ്യൻസ്.